ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമുക്ക് 14th February 2024 കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഐശ്വര്യമായിട്ട് ഡിസ്കഷനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹു ലോഞ്ച്ഡ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന? ഹു ലോഞ്ച്ഡ് PM സൂര്യഘർ മുഫ്ത് Bijli Yojana. Options are: Option A, Draupadi Murmu; Option B, Narendra Modi; Option C, Rajnath Singh; and Option D, S. Jayashankar. So, PM Suryaghar Muft Bijli Yojana Narendra Modiയാണ് ലോഞ്ച് ചെയ്തത്. So, under the scheme, up to 300 units of free electricity will be provided to 1 crore houses. More than rupees 75,000 crore will be spent on this scheme. So, the plan to install solar panels was announced by Union Finance Minister Nirmala Sitharaman during the interim budget of 2024-25. So, ഈ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന based on installment of solar panels. Okay, so 300 units of free electricity will be provided to 1 crore houses. അതേപോലെ തന്നെ 75,000 crore will be sent on this scheme. ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ലോഞ്ച് ചെയ്തത് നമ്മുടെ PM ആയിട്ടുള്ള നരേന്ദ്രമോദിയാണെന്നുള്ളതും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: When is National Women's Day celebrated every year? National Women's Day celebrated every year on February 13th. Okay, National Women's Day is celebrated every year on 13th February in India. This day is celebrated to commemorate the birth anniversary of Sarojini Naidu. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ആരുടെ ബർത്ത് ആനിവേഴ്സറിയിലാണ് ഈ ഒരു നാഷണൽ വുമൻസ് ഡേ നമ്മൾ 13th February സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിക്കാം. ഇറ്റ് ഈസ് ടു കമ്മമറേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് Sarojini Naidu. This time, the 145th birth anniversary of Sarojini Naidu is being celebrated. Sarojini Naidu is also known as Nightingale of India. Nightingale of India എന്നും അറിയപ്പെടുന്നു സരോജിനി നായിഡു. സോ അതും ഒരു സ്റ്റാറ്റിക് GK ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 145 145th ബർത്ത് ആനിവേഴ്സറിയാണ് ഈ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നതും നോട്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ ചോദ്യം: വിത്ത് ഹൂം ഡിഡ് ദ എഡ്യൂക്കേഷൻ മിനിസ്ട്രി സൈൻ ആൻ അഗ്രിമെൻറ്റ് ടു പ്രൊമോട്ട് ഫുട്ബോൾ ഗെയിം ഇൻ ദ കൺട്രി? With whom did the Education Ministry sign an agreement to promote football game in the country? Options are: Option A, All India Football Federation; Option B, FIFA, FIFA; Option C, Reliance Foundation; and Option D, none of this. So, Education Ministry signed an agreement with the FIFA. The Education Ministry signed an agreement with the Federation International Day Football Association. FIFA എന്ന് പറയുന്ന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടാണ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. എന്തിന്? ടു പ്രൊമോട്ട് ദ ഗെയിം ഓഫ് ഫുട്ബോൾ അറ്റ് ദ സ്കൂൾ ലെവൽ ഇൻ ദ കൺട്രി. അണ്ടർ ദിസ്, ദ എഡ്യൂക്കേഷൻ മിനിസ്ട്രി വിൽ ഡിസ്ട്രിബ്യൂട്ട് 11 lakh ഫുട്ബോൾസ് അക്രോസ് ദ കൺട്രി ഇൻ എ ഫേസ്ഡ് മാനർ. ഓക്കെ, എത്ര? 11 ലക്ഷം ഫുട്ബോളുകൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രി വിൽ ഡിസ്ട്രിബ്യൂട്ട് അക്രോസ് ദ കൺട്രി ഇൻ എ ഫേസ്ഡ് മാനർ. Union Education Minister ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ had on February 9 distributed footballs in 1,260 schools in 17 districts of Odisha under the Football for Schools program. Okay, Football for Schools പ്രോഗ്രാമിന് അണ്ടറിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ 17 districts of ഒഡീസയിൽ, അതായത് 1260 സ്കൂൾസിലേക്ക് ഫുട്ബോൾസ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക. എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും ഫിഫയുമാണ് MOU സൈൻ ചെയ്തിരിക്കുന്നത് ടു പ്രൊമോട്ട് ദ ഗെയിം ഓഫ് ഫുട്ബോൾ അറ്റ് ദ സ്കൂൾ ലെവൽ ഇൻ ദ കൺട്രി. സോ ആദ്യമായിട്ട് ഒഡീസയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, 17 districts ഓഫ് ഒഡീസ. ഓക്കെ, ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ 1,260 schools in 17 districts of Odisha under the Football for Schools F4S program. ഓർത്തേക്ക് 11 lakh ഫുട്ബോൾസ് ആണ് അക്രോസ് ദ കൺട്രി ഈസ് പ്ലാനിങ് ടു ഡിസ്ട്രിബ്യൂട്ട് ബൈ എഡ്യൂക്കേഷൻ മിനിസ്ട്രി. സോ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫുട്ബോൾ ഫെഡറേഷൻ. സോ ഫിഫാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഓൺ 21st May 1904. 21st May 1904. Founded at Paris, France, but headquarters is in Zurich,
സ്വിറ്റ്സർലാൻഡ്. സോ ഫൗണ്ട് ചെയ്ത ഡേറ്റും പ്ലേസും ഓർത്ത് വയ്ക്കുക. 1904 പാരീസ് ഫ്രാൻസിലാണ് ഇത് ഫൗണ്ട് ചെയ്തത്. ഫൗണ്ടഡ് ഓൺ എന്നുള്ളത് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് പക്ഷേ പാരീസ് ഫ്രാൻസ് അല്ല, സുറിച്ച് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, സുറിച്ച് സ്വിറ്റ്സർലാൻഡിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ പ്രസിഡൻറ്റ് ഇസ് ജിയാനി ഇൻഫാൻറ്റിനോ is the president, and senior vice president is Salman bin Ibrahim Al Khalifa. Vice presidents കുറച്ചധികം പേരുണ്ട്. Secretary General is Fatma Samoura. Okay, Fatma Samoura is the Secretary General. Vice presidents അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ പ്രസിഡൻ്റ് ആണ് മെയിൻ. ജിയാനി ഇൻഫാൻറ്റിനോ ഇസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഫിഫ എന്നുള്ളത് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. ഇനി 4th ക്വസ്റ്റ്യൻ, വേർ വാസ് ദ സ്റ്റാച്യു ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് Chief of Defence Staff, late General Bipin Rawat, unveiled. So ഫസ്റ്റ് ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ലേറ്റ് ജനറൽ ബിപിൻ റാവത്ത് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്റ്റാച്യു ഓഫ് ബിപിൻ റാവത്ത് എവിടെയാണ് അൺവീൽ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി വാരണസി, ഓപ്ഷൻ സി ഹരിദ്വാർ ആൻഡ് ഓപ്ഷൻ ഡി ഡെറാഡൂൺ. ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഡെറാഡൂണിലാണ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അൺവീൽ ദ സ്റ്റാച്യു ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ലേറ്റ് ജനറൽ ബിപിൻ റാവത്ത് ഇൻ ഡെറാഡൂൺ. ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ, ഡെറാഡൂൺ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് അല്ലേ. സോ ഉത്തരാഖണ്ഡ് CM ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി വാസ് ഓൾസോ പ്രസൻറ്റ് ഓൺ ദിസ് ഒക്കേഷൻ. ദ ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് ടുക്ക് ചാർജ് ഓൺ 1 ജനുവരി 2020 ജനുവരി 1 ഈ ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ള പൊസിഷൻ വന്നത് നമുക്ക് അറിയപ്പെടുന്നത്. സോ ഇന്ത്യാസ് ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ജനറൽ ബിപിൻ റാവത്ത്. ഓക്കെ, സോ ടുക്ക് ചാർജ് ഓൺ 1 ജനുവരി 2020. ആൻഡ് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു എവിടെയാണ് ഇപ്പോൾ അൺവീൽ ചെയ്തിരിക്കുന്നത്? ഡെറാഡൂണിലാണ്, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഇപ്പോൾ അൺവീൽ ചെയ്തിരിക്കുന്നത്. ആരാണ് അൺവീൽ ചെയ്തിരിക്കുന്നത്? ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. സോ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി വാസ് ഓൾസോ പ്രസൻറ്റ് ഓൺ ദിസ് ഒക്കേഷൻ. സോ 5th ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി Dattajiro Krishnarao Gaikwad passed away. He was associated with which sports? അല്ലെങ്കിൽ അദ്ദേഹം ഏത് മേഖലയിലുള്ളതാണെന്ന് ചോദിക്കാം. സോ സ്പോർട്സ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. സ്പോർട്സ് ഏത് സ്പോർട്സിലുള്ളതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ റീസെൻ്റ്ലി Dattajiro Krishnarao Gaikwad passed away. He was associated with which sports? Options are option A football, option B cricket, option C hockey and option D badminton. Answer is option B cricket. Former Indian captain Dattajiro Krishnarao Gaikwad passed away recently. He was 95 years old. Before his death, he was known as the oldest living Indian cricketer. So Gaikwad represented Baroda in first class cricket, and under his leadership the team won the Ranji title in the 1957-58 season. So Dattajiro Krishnarao Gaikwad, who is the oldest living Indian cricketer ആയിരുന്നു, ആൻഡ് അദ്ദേഹം represented Baroda in first class cricket, and under his leadership the team won the Ranji title in the 1957-58 season. Okay, so അദ്ദേഹം സ്പോർട്സ് ആണ് കാറ്റഗറി എന്നുള്ളതും സ്പോർട്സിൽ ക്രിക്കറ്റ് ആണെന്നുള്ളതും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. റൈറ്റ്, ഇനി 6th ക്വസ്റ്റ്യൻ, വെൻ ഇസ് നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ ഇൻ ഇന്ത്യ? When is National Productivity Day celebrated every year in India? Options are option A 11th February, option B 12th February, option C 13th February and option D 14th February. So National Productivity Day celebrated every year in India on 12th February. National Productivity Day celebrated every year in India to commemorate the establishment of the National Productivity Council, NPC. Okay, National Productivity Council, NPC. With this, the Productivity Week, which ran till 18th February, also began. The National Productivity Council was established in 1958 as an autonomous unit by the Ministry of Commerce and Industry. So, establishment എപ്പോഴായിരുന്നു? 1958 National Productivity Council. It is an autonomous unit under the Ministry of Commerce and Industry. ഫോം ചെയ്തത് 1958 സോ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ എല്ലാ വർഷവും എപ്പോഴാണ് 12th ഫെബ്രുവരിയിൽ
ഒബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് വരുന്നുള്ളത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ 7th question, what is brumation? What is brumation recently seen in the news? Options are: option A, a type of reptilian hibernation during warmer months. Option B, a period of dormancy in reptiles that usually happens during colder months. Option C, a term for the active and alert state of reptiles during hunting. Option D, a process where reptiles shed their skin in adapt to environmental changes. സോ ഈ ബ്രുമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റെപ്റ്റീലിയൻ ഫോം ഓഫ് ഡോർമെൻസി ഇൻ വേരിയസ് സ്പീഷീസ് ഡ്യൂറിങ് ദ കോൾഡർ മന്ത്സ് ആണ്. ഓക്കെ, അതായത് ഈ സെക്കൻഡ് ഓപ്ഷൻ ബി ഓപ്ഷനാണ് കറക്റ്റ്. എ പീരീഡ് ഓഫ് ഡോർമെൻസി ഇൻ റെപ്റ്റൈൽസ് ദാറ്റ് യൂഷ്വലി ഹാപ്പൻസ് ഡ്യൂറിങ് കോൾഡർ മന്ത്സ്. ദിസ് പീരീഡ് ഓഫ് സ്ലോഡ് ആക്ടിവിറ്റി അലൗസ് റെപ്റ്റൈൽസ് ലൈക്ക് ബോക്സ് ടർട്ടിൽസ് ആൻഡ് സ്നേക്സ് ടു retreat to sheltered areas, conserving energy and enduring scarce resources. Metabolism significantly decreases, enabling them to go weeks without eating. Okay, brumation is crucial for survival in adverse environmental conditions, allowing reptiles to re-emerge in more favorable climates for feeding and reproduction. So feeding, reproduction അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഈ റെപ്റ്റൈൽസ് ലൈക്ക് ബോക്സ് ടർട്ടൈൽസ് ആൻഡ് സ്നേക്സ് അത് അങ്ങനത്തെ ടൈപ്സ് ഓഫ് റെപ്റ്റൈൽസിനുള്ളൊരു കോൾഡർ മന്ത്സിലുള്ളൊരു ഫോം ഓഫ് ഡോർമെൻസിന് പറയുന്ന പേരാണ് ബ്രുമേഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് മോർ എന്തുമായിട്ട് ബന്ധപ്പെട്ട ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഫീഡിങ് ആൻഡ് റീപ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ദ ഫേവറബിൾ ക്ലൈമറ്റ്സ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ 8th question, ബോർ ടൈഗർ റിസർവ് റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി രാജസ്ഥാൻ ആൻഡ് ഓപ്ഷൻ ഡി കർണാടക. സോ ഈ ബോർ ടൈഗർ റിസർവ് എന്നുള്ളത് മഹാരാഷ്ട്രയിലെ ടൈഗർ റിസർവിൻ്റെ ഒരു പേരാണ്. സോ ദ ബോർ ടൈഗർ റിസർവ് ഇൻ മഹാരാഷ്ട്ര declared a tiger reserve in July 2014. Okay, recently sought rupees 1 crore for wildlife safari initiatives to Bangdapur and Hingni forest ranges. So ഓർത്ത് വയ്ക്കുക, ഈ ടൈഗർ റിസർവിന് ഒരു വൈൽഡ് ലൈഫ് സഫാരി ഇനീഷ്യേറ്റീവ്സ് ഇൻ ബാങ്ദപൂർ ആൻഡ് ഹിംഗ്നി ഫോറസ്റ്റ് റേഞ്ചസിലേക്ക് ഒരു 1 crore rupees-ആണ് അതിൻ്റെ ഇനീഷ്യേറ്റീവിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ ബോർ ടൈഗർ റിസർവ് ഈസ് ഇൻ മഹാരാഷ്ട്ര. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇന്ത്യ സ്മോളസ്റ്റ് ടൈഗർ റിസർവ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സ്മോളസ്റ്റ് ടൈഗർ റിസർവ് എന്നും നമുക്ക് പറയാം ബോർ ടൈഗർ റിസർവിനെ. സോ വാർധ ഡിസ്ട്രിക്റ്റ് ഓഫ് മഹാരാഷ്ട്രയിലാണ് ഉള്ളത്. വാർധ ഡിസ്ട്രിക്റ്റ് ഓഫ് മഹാരാഷ്ട്രയിലാണ് ഈ ബോർ ടൈഗർ റിസർവ് ഉള്ളത് എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. സിറ്റുവേറ്റഡ് അമിഡ്സ്റ്റ് വേരിയസ് ബംഗാൾ ടൈഗർ ഹാബിറ്റാറ്റ്സ്, ഇറ്റ് നൈബേഴ്സ് പെഞ്ച്, നാഗ്സിറ നാവ്ഗാവോൺ, കർഹാൻട്ല, തഡോബ ആന്തരി, മെൽഘാട്ട് ആൻഡ് സത്പുര റിസർവ്സ്. സോ ഇതിന് അടുത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നൈബറിങ് ആയിട്ടുള്ള ടൈഗർ റിസർവ്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാഞ്ചുറീസിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ദ ഏരിയ ബോസ്റ്റ് ഡ്രൈ ഡെസിഡ്വസ് ഫോറസ്റ്റ് വെജിറ്റേഷൻസ് ആൻഡ് ഇൻക്ലൂഡ് ദ ബോർ ഡാം ഡ്രെയിനേജ് ബേസിൻ. സോ ബോർ ടൈഗർ റിസർവ്സ് ഇൻ മഹാരാഷ്ട്ര എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഇസ് ഇന്ത്യ സ്മോളസ്റ്റ് ടൈഗർ റിസർവ് ലൊക്കേറ്റഡ് ഇൻ വർധ ഡിസ്ട്രിക്റ്റ് ഇൻ മഹാരാഷ്ട്ര. സോ ഇപ്പോൾ റീസെൻ്റായിട്ട് 1 crore rupees-ആണ് സൗട്ട് ചെയ്തിരിക്കുന്നത് ഫോർ വൈൽഡ് ലൈഫ് സഫാരി ഇനീഷ്യേറ്റീവ്സ് ഇൻ ബാഗ്ദപൂർ ആൻഡ് ഹിംഗ്നി ഫോറസ്റ്റ് റേഞ്ചസ്. ഓർത്ത് വയ്ക്കുക. ഇനി 9th question, GROW report and portal, grow report and portal recently seen in the news was launched by which one of the following? ഏതാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഏതാണ് GROW report and portal റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഓപ്ഷൻ ബി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഓപ്ഷൻ സി നീതി ആയോഗ് ആൻഡ് ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ ഈ ഗ്രോ റിപ്പോർട്ട് ആൻഡ് പോർട്ടൽ ആരാ ലോഞ്ച് ചെയ്തത്? ഓപ്ഷൻ സി നീതി ആയോഗ്. സോ നീതി ആയോഗ് ലോഞ്ച്ഡ് ദ ഗ്രീനിങ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് വേസ്റ്റ് ലാൻഡ് വിത്ത് അഗ്രോ ഫോറസ്ട്രി. ഗ്രോവിൻ്റെ ഫുൾ ഫോം എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രീനിങ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് വേസ്റ്റ് ലാൻഡ് വിത്ത് അഗ്രോ ഫോറസ്ട്രി ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് നീതി ആയോഗ്. അൺവീലിംഗ് എ പോർട്ടൽ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ ഡാറ്റ ഹോസ്റ്റഡ് ഓൺ ദ ഭുവൻ വെബ്സൈറ്റ്. Grow employs advanced technologies like
remote sensing and GIS to access agroforestry suitability across India. So agroforestry ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലങ്ങളിൽ അടിപൊളിയായിട്ട് പറ്റും എന്നുള്ളത് അറിയാൻ റിമോട്ട് സെൻസിങ് ടെക്നോളജീസ് ആൻഡ് GIS ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇനീഷ്യേറ്റീവാണ് ഗ്രോ എന്ന് പറയുന്നത്. ഓക്കെ, GROW, ഗ്രീനിങ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് വേസ്റ്റ് ലാൻഡ് വിത്ത് അഗ്രോ ഫോറസ്ട്രി. ഭുവൻ വെബ്സൈറ്റിലാണ് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ് അലൈൻസ് വിത്ത് നാഷണൽ ഗോൾസ് എയിമിംഗ് ടു റീസ്റ്റോർ 26 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഡീഗ്രേഡഡ് ലാൻഡ് ബൈ 2030. 2030 ആകുമ്പോഴേക്കും 26 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഡീഗ്രേഡഡ് ലാൻഡിനെ റീസ്റ്റോർ ചെയ്യാനുള്ളൊരു ഗോളും കൂടെ ഇതിനുണ്ട്. ആൻഡ് ക്രിയേറ്റ് എ കാർബൺ സിങ്ക് ഓഫ് 2.5 to 3 billion tons. The initiative utilizes a developed agroforestry suitability index for national level prioritization, considering parameters like land use, wasteland, slope, water proximity and soil organic content. So നീതി ആയോഗാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്രീനിങ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് വേസ്റ്റ് ലാൻഡ് വിത്ത് അഗ്രോ ഫോറസ്ട്രി എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ്, GROW. ഓക്കെ, ഇനി നീതി ആയോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫോംഡ് ഓൺ 1st January 2015. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2014 വരെ അതിൻ്റെ പേര് പ്ലാനിംഗ് കമ്മീഷൻ എന്നായിരുന്നു. 2015 January 1 മുതൽ ഇത് നീതി ആയോഗായിട്ട് മാറി, വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീതി ആയോഗിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇതിൻ്റെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് CEO. Okay, chairperson is Narendra Modi, vice chairperson is Suman Bari and CEO is BVR Subramaniam. Important ആയിട്ടുള്ള 3 പേഴ്സണാലിറ്റിയാണ് പഠിച്ചു വയ്ക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ ന്യൂഡൽഹി, ഫോംഡ് ഓൺ 1st January 2015. ആൻഡ് ഇത് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു, മുൻപുള്ള പേര് പറഞ്ഞു അല്ലേ. സോ മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് ആണ് ഇതിൻ്റെ പാരൻറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, 10th question. Madhu Babu Pension Yojana MBPY recently seen in the news is associated with which state? Madhu Babu Pension Yojana is recently seen in the news is associated with which state? Options are option A Odisha, option B Bihar, option C Mizoram and option D Haryana. So the answer is option A Odisha. Madhu Babu Pension Yojana is associated with Odisha. Okay, ഒഡീഷയിലെ ഒരു പെൻഷൻ സ്കീമാണിത്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഒഡീസ CM നവീൻ പട്നായിക്. ആരാണ്? ഒഡീസിൻ്റെ CM നവീൻ പട്നായിക് ആണ്. ഹാസ് റേസ്ഡ് മന്ത്ലി പെൻഷൻസ് ഫോർ 36.75 lakh ബെനിഫിഷ്യറീസ്. എത്ര പേർക്കാണ്? 36.75 ലക്ഷം ബെനിഫിഷ്യറീസ് ആണ് ഈ ഒരു പെൻഷൻ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്നത്. ആരൊക്കെയാണ്? കാറ്റഗറീസ് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽഡർലി, widows and persons with disabilities, unmarried women, AIDS patients, transgender individuals, orphans and widows of COVID victims under Madhu Babu Pension Yojana. അങ്ങനെ ടോട്ടലായിട്ട് 36.75 lakh ബെനിഫിഷ്യറീസ് ആണ് ഇതിന് അണ്ടറിൽ വരുന്നത്. അതെന്താ സ്കീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the new amounts are ₹1,000 for those up to 79 years and 1,200 for those up to for those who are 80 and above. 1,000 rupees 79 ഏജ് വരെ ഉള്ളവർക്കും 1,200 for 80 and above. This move aims to offer vital financial support, ensuring the well-being and dignity of vulnerable groups in the state. ഓക്കെ, സോ ഓർത്ത് വയ്ക്കുക, മധു ബാബു പെൻഷൻ യോജന എന്ന് പറയുന്നത് ഒഡീസയിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, 1,000 rupees and 1,200 rupees ആണ് എമൗണ്ട്സ് ഉള്ളതും ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, 11th question. Where was the first council meeting of the Global Biodiversity Framework Fund held? Where was the first council meeting of the Global Biodiversity Framework Fund held? Options are option E United States, option B United Kingdom, option C Russia and option D India. So first council meeting of the Global Biodiversity Framework Fund എവിടെ വെച്ച് നടന്നു? US വെച്ച് നടന്നു. എവിടെയാണ്? US എവിടെ? വാഷിങ്ടൺ DC. The inaugural meeting അല്ലെങ്കിൽ ഫസ്റ്റ് meeting of the Global Biodiversity Framework Fund in Washington DC, United States set guidelines for implementation proposed during COP15 in 2022. GEF. ഓക്കെ, അതായത് ഗ്ലോബൽ എൻവിറോൺമെൻറ്റ് ഫെസിലിറ്റി.
Okay, Global Environment Facility member governments committed $1.1 billion for global initiatives addressing biodiversity, climate change, nature renewal, and pollution control. The meeting approved $918 million for 45 projects from the Global Environment Facility Trust Fund and endorsed $203 million for 21 climate change adaptation projects from the Least Developed Countries Fund and Special Climate Change Fund. The Council also approved resources allocation policy and project cycle policy for effective donor fund allocation. So, inaugural meeting of the Global Biodiversity Framework Fund GBFF എവിടെ വെച്ചിട്ടാണ് നടന്നത്? വാഷിങ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചിട്ടാണ് നടന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. ആൻഡ് സെറ്റ് ഗൈഡ് ലൈൻസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ പ്രപ്പോസ് ഡ്യൂറിങ് COP15 in 2020. വാട്ട് ഈസ് COP? കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അതായത് ഒരു ക്ലൈമറ്റിക് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫറൻസിൻ്റെ പേരാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഓക്കെ, സോ COP15 COP എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഇയർ അല്ലെങ്കിൽ എത്രാമത്തെ COP ആണ് നടക്കുന്നത് എന്നുള്ളതാണ് അടുത്ത രണ്ട് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. സോ COP15 2022 വെച്ച് നടന്നതിൽ ഇംപ്ലിമെൻറ്റേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പം ഫസ്റ്റ് ഇനോഗ്രൽ മീറ്റിംഗ് ഓഫ് ദ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ഫണ്ടിൽ നടക്കുന്നത്. ഓക്കെ, സോ ഇൻ വാഷിങ്ടൺ DC US. അത് മാത്രം ഓർത്ത് വയ്ക്കുക. ബാക്കി പോയിൻറ്റ്സ് ഒക്കെ അഡീഷണൽ പോയിൻറ്റ്സ് ആണ്, ജസ്റ്റ് അതിനെക്കുറിച്ച് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഫസ്റ്റ് പോയിൻറ്റ്. അതേ ചോദിക്കുള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി പോയിൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, so നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. Which state government has recently launched Swayam scheme? Options are option A Uttar Pradesh, option B Rajasthan, option C Punjab and option D Odisha. ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് റീസെൻ്റ് ആയിട്ട് സ്വയം സ്കീം ലോഞ്ച് ചെയ്തത്? ഒഡീസയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒഡീസ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് അപ് ടു ₹1 lakh ടു ദി യൂത്ത് ഓഫ് ദ സ്റ്റേറ്റ്. അതാണ് ഈ സ്വയം എന്നുള്ള സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒഡീസ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് അപ് ടു ₹1 lakh ഫോർ ദ യൂത്ത്. ദ സ്റ്റേറ്റ് government will bear the entire expense under the scheme. അതേപോലെ തന്നെ youth of the state between 18 to 35 years will be eligible under this. Okay, ₹672 crore will be spent in 2 years. Okay, total amount എത്രയാണ്? ₹672 crore will be spent in 2 years. Youth of ഏജ് ബിറ്റ്വീൻ 18 to 35 ഇയേഴ്സിനാണ് ഇത് എലിജിബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താണിത് സംഭവം? ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ സ്കീം അപ് ടു ₹1 lakh ടു ദ യൂത്ത് ഓഫ് ദ സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റ് ആണ്? ഒഡീസ സ്റ്റേറ്റ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ, CM നെയിം, ഗവർണർ നെയിം എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കുറേ സ്റ്റേറ്റ്സിൻ്റെ CM മാറിയിട്ടുണ്ട്. സോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. പഴയ CM പഠിച്ചിട്ട് പോകരുത്. റൈറ്റ്? സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.